ലയണൽ മെസ്സിയും മംദാനിയും പൊന്നാനിയിലേക്ക് കൊണ്ടുവരാൻ ആലോചനയുണ്ടെന്ന് കെ പി നൌഷാദ് അലി MLA. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ പ്രഖ്യാപിച്ച പൊന്നാനിയിൽ നടത്തുന്ന മലബാർ തീണ്ടീസ് കൾച്ചറൽ ബിനാലയിലേക്ക് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി, ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ സൊഹ്റാൻ മംദാനി, ഷാറൂഖ് ഖാൻ, AR റഹ്മാൻ, മോഹൻലാൽ, ശ്രേയ ഘോഷാൽ തുടങ്ങിയവരെ കൊണ്ടുവരാൻ ആലോചനയുണ്ടെന്നും പറഞ്ഞ പ്രമുഖരിൽ 75% പേരെങ്കിലും വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്നും അത്തരത്തിൽ വലിയ രീതിയിലാണ് വിഭാവനം ചെയ്ത് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാനി എന്താണെന്ന് ലോകമറിയാനും പൈതൃകത്തെ നൊടിയിടയിൽ തിരിച്ചുപിടിച്ച് പുതിയ കാല വികസന സൂചികയിൽ സ്കോർ ചെയ്യാൻ ബിനാലയിലൂടെ സാധിക്കുമെന്നും MLA പറഞ്ഞു. തറവാടിത്ത ഘോഷണവുമായി കാലം കഴിക്കാതെ സംസ്ഥാന ദേശീയ തലത്തിൽ മുന്നേറാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കിവിടെ ഒരു ബിനാലെ വരേണ്ടതുണ്ട് എന്ന് ഞാൻ ആലോചിക്കുകയും എൻ്റെ ചില സൗഹൃദ വലയങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെ ഉരുത്തിരിയുകയും ചെയ്തപ്പോഴാണ് VD സതീശൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ മലബാർ തിണ്ടീസ് കൾച്ചറൽ ബിനാലെ എന്നൊരു പ്രഖ്യാപനം രൂപപ്പെട്ടത്. തീർച്ചയായിട്ടും ആ പ്രഖ്യാപനം ഇനി നമുക്ക് ഇവിടെ ഒരു ബിനാലെ ഫൗണ്ടേഷൻ ഉണ്ടാക്കി നമുക്കിവിടെ നടത്തിയെടുക്കേണ്ടതുണ്ട്. നമുക്കിവിടെ ആ ബിനാലയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ മോഹൻലാലിനെ ഡയറക്ടറാക്കണമെന്നൊരു ആലോചനകൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ ഷാരൂഖ് ഖാൻ അടക്കമുള്ള ആളുകളെ, AR റഹ്മാനും ശ്രേയ ഘോഷലും, എന്തിന് ലയണൽ മെസ്സി തൊട്ട് മംദാനി വരെയുള്ള ആളുകളെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരണമെന്ന ചിന്തയുണ്ട്. ഇതൊന്നും നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഒരു വിടുവായത്തമായിട്ട് തള്ളിക്കളയണ്ട. ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ ഒരു 75% പേരെങ്കിലും ഇവിടെ വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. നമ്മൾ അത്തരത്തിൽ വലിയ രീതിയിൽ ഇതിനെ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് നമ്മുടെ പഴയ പൈതൃകത്തെ ഞൊടിയിടയിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് ജനസമക്ഷം അടയാളപ്പെടുത്തി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അത് വലിയൊരു ചർച്ചയാക്കി മാറ്റണം. അങ്ങനെ ചർച്ചയാകുമ്പോൾ പൊന്നാനി പെട്ടെന്ന് ഈ പറഞ്ഞ മറ്റു പല ഇടങ്ങളെക്കാളും ഈ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് നമ്മുടെ പഴമയുടെ പിൻബലത്തോടു കൂടി നമുക്ക് മുന്നണിയിലെത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ആ പരിപാടിയിൽ നിങ്ങളുടെ ഈ തരീഖാനകം കുടുംബം പോലെയുള്ള ഈ കൂട്ടായ്മക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട് എന്ന് ഞാൻ അധ്യക്ഷൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെയുള്ള വലിയ കാര്യങ്ങളിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം.